കള്ള അറസ്റ്റും ആളുകളെ കൊണ്ടുപോയി ഒളിപ്പിക്കുകയും മർദ്ദിക്കുകയും ഉണ്ടായ കേസുകൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തപ്പോൾ സുപ്രീം കോടതി അങ്ങനെ ചെയ്തത്. ഇത്ര വലിയ എന്ത് ആവശ്യത്തിനാണ്? ഹൈക്കോടതിയിലെ ചില സമയത്ത് കോടതി നിർത്തി വെച്ച് ഞങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. നിലമ്പൂരിൽ ഒരു കേസുമില്ല. PV അൻവറിൻ്റെ ഗതി ഇതാണെങ്കിൽ നിങ്ങൾ എന്താകുമെന്ന് നിങ്ങൾ ആലോചിച്ചുമായിട്ടെന്നുള്ള ഈ രണ്ട് ദുരുദ്ദേശത്തിലാണ് ഈ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു ഭീഷണിയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിയാണ് നമ്മുടെ അതിഥിയായിട്ട് വരുന്നത്. ഇക്കഴിഞ്ഞ ദിവസം കേരള സർക്കാരിൻ്റെ പുതിയ വന നിയമത്തിനെതിരെ ശബ്ദമുയർത്തിയതിന് അദ്ദേഹത്തെ ഭരണകൂടം ജയിലിലടയ്ക്കുകയുണ്ടായി. ഇത് അദ്ദേഹത്തിന് ജനങ്ങളിലുള്ള മതിപ്പ് വർദ്ധിപ്പിക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ അതിഥി വേറെ ആരുമല്ല, ശ്രീ PV അൻവർ. സ്വാഗതം ശ്രീ PV അൻവർ. വന നിയമത്തിനെതിരെയുള്ള താങ്കളുടെ പോരാട്ടത്തിനാണ് സംസ്ഥാന സർക്കാർ താങ്കളെ ജയിലിൽ അടയ്ക്കുന്നത്. പലർക്കും അറിയില്ല, കാരണം ഈ വനനിയമം കൊണ്ട് കേരളത്തിൻ്റെ എക്കണോമി ഒരുപക്ഷെ കേരളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കാവുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ഇപ്പോഴും പലർക്കും വലിയ നോളജ് ഇല്ല. കൃഷിക്കാരായിരുന്നാലും ആദിവാസി മേഖലയിലുള്ള ആദിവാസികളായിരുന്നാലും കുടിയിറക്ക ഭീഷണി നേരിടാൻ പോകുന്നു എന്നുള്ളൊരു സത്യം ആർക്കും മനസ്സിലായിട്ടില്ല. ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം, ഈ വനനിയമത്തെക്കുറിച്ച്. ഇല്ല, ഇതിൽ പരമപ്രധാനമായ വിഷയം വനനിയമവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും 70% വനമുള്ള കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അജ്ഞാതമാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഡേ ടു ഡേയിൽ അവർ കാണിച്ചു കൂട്ടുന്നത് നിയമമാണെന്നും ആ നിയമത്തിന് വിധേയമായി അടിമകളായി നമ്മൾ ജീവിക്കുകയാണെന്നും ഇതല്ലാതെ ഇനി മറ്റൊരു വഴിയില്ല എന്നുള്ള എന്താ പറയുക നിസ്സഹായാവസ്ഥയിലാണ് കേരള ജനത. ഇവരെ ഈ വന നിയമങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാനോ ഇതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കാനോ ഇവിടെ ഒരു ഗവൺമെൻറ്റും ഇതുവരെ തയ്യാറായിട്ടില്ല. അത് ജനങ്ങളുടെ കാര്യം. ഇനി ഗവൺമെൻറ്റിൻ്റെ കാര്യമെടുത്താൽ കഴിഞ്ഞ കാലത്ത് ഒരു 20 വർഷത്തെ മന്ത്രിമാരെ പറ്റി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇവർക്കും ഇതിനെക്കുറിച്ചൊരു ചുക്കും അറിയില്ല. ഒന്നാമത് ഇതിലേക്ക് കടന്നു വന്ന ഒരു മന്ത്രിമാരും ഇത് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. രണ്ടാമത് ഈ IFS ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതിനും അപ്പുറം കേന്ദ്ര വന നിയമത്തെക്കുറിച്ചോ സംസ്ഥാന വന നിയമത്തെക്കുറിച്ചോ പഠിച്ച് മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യമോ താല്പര്യമോ നിർഭാഗ്യവശാൽ ഈ മന്ത്രിമാരാരും ചെയ്തിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ ഒരു മന്ത്രിക്ക് താൻ ഭരിക്കുന്ന വകുപ്പിനെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയൊക്കെ ആ നിയമങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുമെന്ന് സ്വാഭാവികമായും കോമൺ സെൻസ് വെച്ച് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പരാജയം. ഇതിലൊരു തൽപരനായ ഈ കാടും നാടും ജനങ്ങളും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ഒരു മന്ത്രിയും ഇതിലേക്ക് കടന്നു വന്നിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ടേം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ മന്ത്രിയെ സംബന്ധിച്ചും ഇത് തന്നെയായിരുന്നു വസ്തുത. ഇപ്പോൾ നിലനിൽക്കുന്ന മന്ത്രിയെ സംബന്ധിച്ചും ഇത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ ഏകദേശം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആളുകൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. കാരണം കഴിഞ്ഞ ടേമിൽ ഈ ഒരു തരത്തിലുള്ള അജിറ്റേഷനും കാര്യങ്ങളും വന്നിട്ടില്ല. എന്ത് വിഷയങ്ങളുണ്ടായാലും എന്താ പറയുക, അത് കേന്ദ്ര വന നിയമമാണ്, ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മറുപടിയാണ് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇന്ത്യയിൽ ഏകദേശം 13ഓളം സംസ്ഥാനങ്ങളിൽ ഈ വിഷയം അതിഗുരുതരമാണ്, കേരളം ഉൾപ്പെടെ. കേരളത്തിൽ ഇത് അതിതീവ്രമാകുന്നതിൻ്റെ കാരണം നമുക്ക് 70% വനമാണ്, നമുക്ക് ഭൂവിസ്തൃതി വളരെ കുറവാണ്. പടിഞ്ഞാറൻ ഭാഗത്ത് അറബിക്കടലാണ്, കിഴക്ക് ഈ പശ്ചിമഘട്ടമാണ്. ഇതിലൊരു നേർരേഖ പോലെയാണ് കേരള സംസ്ഥാനത്തിൻ്റെ നമ്മൾ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പടിഞ്ഞാറൻ അതിർത്തിയിൽ CRZ നിയമത്തിൻ്റെ ഫലമായി കോസ്റ്റൽ റെഗുലൈസേഷൻ സോൺ എന്ന നിലക്ക് അനവധിയായിട്ടുള്ള നിയമങ്ങൾ അവിടെ ബിൽഡിംഗ് കെട്ടാനും കെട്ടിടം കെട്ടാനും വീട് കെട്ടാനും സ്കൂൾ ഉണ്ടാക്കാനും ഹോസ്പിറ്റൽ ഉണ്ടാക്കാനും ഒക്കെ പ്രതിസന്ധിയിലാണ്. അതുപോലെ തന്നെയാണ് ഈ പശ്ചിമഘട്ടത്തിലേക്ക് വരുമ്പം ഈ പറയുന്ന വനമേഖലയും. അപ്പം CRZ നിയമങ്ങൾ ഇപ്പോൾ നമുക്ക് ശരിക്കും കാടൻ നിയമങ്ങളാണ്, ഈ ഫോറസ്റ്റ് നിയമങ്ങളെ പോലെ തന്നെ. കാരണം ലോകത്ത് ഇപ്പോൾ നമ്മൾ എവിടെ പരിശോധിച്ച് നോക്കിയാലും, ഇപ്പോൾ ദുബായ് നമ്മളെല്ലാവരും പോകുന്ന സ്ഥലം, മലയാളികൾ പോകാത്തവർ ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ കിലോമീറ്ററുകൾ കടലിലേക്ക് കല്ലിട്ട് തൂർത്ത് റോഡുണ്ടാക്കി കടലിലാണ് കെട്ടിടം കെട്ടുന്നത്. ഡെവലപ്ഡ് കൺട്രിയാണ്. അമേരിക്കയിൽ പോയത് കാണാൻ പറ്റും, കാനഡയിൽ പോയാൽ കാണാൻ കഴിയും, യൂറോപ്പിൽ പോയാൽ കാണാൻ കഴിയും. ലോകത്തുള്ള എല്ലാ റിസോർട്ടുകളും കടൽ തീരങ്ങളും വെള്ളത്തിലാണ് നിർത്തിയിട്ടുള്ളത്. മാലിദ്വീപ്, നമ്മൾ ഇവിടുന്ന് 3/4 മണിക്കൂർ വിമാനത്തിൽ കയറി മാലിദ്വീപിലെത്തും. അവിടെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ, കടലിലാണ് റിസോർട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു സ്ഥിതിയാണ്. അതേപോലെ തിരിച്ച് ഇപ്പുറത്തേക്ക് കിഴക്കോട്ട് വന്നാൽ പശ്ചിമഘട്ടത്തിൽ ഈ പറയുന്നത് പോലെ വനം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ ഭീകരമായൊരു സാധനമാക്കി ജനത്തിന് അതിലേക്ക് കയറാൻ പാടില്ല. അതിൻ്റെ അകത്ത് കയറിയാൽ നിയമവിരുദ്ധമാണ്, അവനെ അറസ്റ്റ് ചെയ്യപ്പെടും. സർക്കാരിൻ്റെ കോടാനുകോടി രൂപ ചെലവഴിക്കപ്പെടുന്ന ഈ കാടിൻ്റെ വനത്തിനകത്താണ് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട്. ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് അത് പോയി നോക്കാനുള്ള അധികാരമില്ല. നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിച്ചാലും എന്ത് വർക്ക് നടന്നാലും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ്. ദുരൂഹ മേഖലയായിട്ട് എന്തൊക്കെയോ ദുരൂഹം, അങ്ങോട്ട് പോകാൻ പാടില്ല, കയറാൻ പാടില്ല, നോക്കാൻ പാടില്ല. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സംബന്ധിച്ച് നമ്മുടെ ഫോറസ്റ്റിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലപ്പുറമുള്ള രീതിയിൽ ഈ മൃഗങ്ങൾ പെറ്റുപെരുകി. ആന കഴിക്കുന്ന പ്രധാനമായിട്ട് 2 ഭക്ഷണം എന്ന് പറയുന്നത് ഓടയും മുളയാണ്. മുമ്പ് ഫോറസ്റ്റിൽ ഇത് ഇഷ്ടം പോലെ വെച്ച് പിടിപ്പിക്കുമായിരുന്നു. കഴിഞ്ഞൊരു 20 കൊല്ലമായിട്ട്
വെച്ച് പിടിപ്പിച്ചിട്ടേ ഇല്ല. കഴിഞ്ഞൊരു 10 കൊല്ലം മുമ്പ് വരെ മുൻകാലത്ത് വെച്ച് പിടിപ്പിച്ചത് ആ നാട്ടിൽ ആനക്ക് ഭക്ഷിക്കാനുണ്ടായിരുന്നു കാട്ടിൽ. സ്വാഭാവികമായും പട്ടിണി കിടന്നാൽ മനുഷ്യൻ്റെ സ്ഥിതി എന്തായിരിക്കും? അപ്പം അവിടെ ഈ ആനകൾക്ക് പട്ടിണി ഉണ്ടാക്കുകയാണ് പർപ്പസ്ഫുള്ളി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആന എന്താവും? താഴേക്ക് ഇറങ്ങും. അതുപോലെ തന്നെ സാധാരണ വന്യമൃഗങ്ങൾ, ചെറിയ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള ഒരുപാട് വാട്ടർ സോഴ്സ് മുമ്പിലുണ്ടായിരുന്നു. പലതും ഈ കാലാവസ്ഥാ വ്യതിയാനം, മണ്ണിടിച്ചിലും മറ്റുമായിട്ട് കാടുകളിലൊക്കെ തുറന്നു പോയിട്ടുണ്ട്. അത് റീഓപ്പൺ ചെയ്തിട്ടില്ല. അവർക്കറിയാതെ റീഓപ്പൺ ചെയ്യണമെന്ന്. എന്തുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള വാട്ടർ സോഴ്സ് റീഓപ്പൺ ചെയ്യാത്തത്? ഈ മൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. ഈ പുലി, സിംഹം, ഈ പറയുന്ന ബാക്കിയുള്ള ഈ കൊച്ചു ആനിമൽസിനൊന്നും കുടിക്കാൻ വെള്ളം കാട്ടിൽ ലഭ്യമല്ല. ഒരു എന്താ പറയുക, ഡിസംബർ കഴിയുന്നതോട് കൂടിയിട്ട്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് വെള്ളം എവിടെയുള്ള മനുഷ്യവാസ പ്രദേശത്തേക്കാണ്. മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത പരിസ്ഥിതി ഈ മൃഗങ്ങളെ കൊണ്ട് ആ പ്രദേശത്ത് ഉണ്ടാക്കിയാൽ മനുഷ്യനെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് നാട് വിട്ട് പോകേണ്ടി വരും. അങ്ങോട്ടിറങ്ങിയ ആന, ഇങ്ങോട്ടിറങ്ങിയ പുലി, അങ്ങോട്ടിറങ്ങിയ കാട്ടി, ഇങ്ങോട്ടിറങ്ങിയ പന്നി, അത് കഴിഞ്ഞ് വീട്ടിൻ്റെ അകത്ത് കയറിയ കുരങ്ങ്, മുറ്റത്തേക്ക് ഇറങ്ങി, ഒന്നും ഒരു രക്ഷയില്ല. ഭക്ഷണം പാകം ചെയ്യാൻ പോലും കഴിയില്ല. ഇപ്പോൾ കുരങ്ങും പന്നിയും എന്താ കോഴിക്കോട്ട് അങ്ങാടിയിലും എറണാകുളം ടൗണിലും ഹൈക്കോടതിയിൽ വരെ വന്നു. ഹൈക്കോടതിയിൽ ചില സമയത്ത് കോടതി നിർത്തി വെച്ചെങ്കിൽ പത്രത്തിൽ വായിച്ചിട്ടുണ്ട് കുരങ്ങ് ശല്യം കൊണ്ട്. ജനലും വാതിലും അടച്ചിട്ടിട്ട് ഹൈക്കോടതി പ്രവർത്തിക്കേണ്ട ഗതികേടിൽ കേരളം എത്തിയിട്ടുണ്ടെങ്കിൽ ഈ സെക്രട്ടേറിയറ്റിൻ്റെ നടയിലൂടെ ആന മാർച്ച് ചെയ്യുന്നത്, പുലി ഇവിടെ ഡാൻസ് കളിക്കുന്നത് അധികം വൈകാതെ നമുക്ക് കാണാൻ പറ്റും. ആകെ മനുഷ്യരെ കൊന്നാൽ മനുഷ്യരൊന്ന് അജിറ്റേറ്റ് ചെയ്യും, ചില പ്രശ്നങ്ങളുണ്ടാക്കും, സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകും. ആ പ്രതികരണങ്ങളെ കൂടി തടയാനുള്ള നിയമ ഭേദഗതിയാണ്. അതും സംസ്ഥാന വന നിയമത്തിലാണ്. കേന്ദ്രത്തിന് ഇതിലൊരു പങ്കുമില്ല. കേന്ദ്രത്തിനെ പറഞ്ഞ് തടിയൂരിയിരുന്ന ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, ഈ പറയുന്ന 21 മന്ത്രിമാർ, ഇവരൊക്കെ ഇരിക്കുന്ന മന്ത്രിസഭയിലാണ് ഈ കരട് മന്ത്രിസഭ തീരുമാനം എടുക്കുന്നത്, ഈ നിയമസഭയിൽ അവതരിപ്പിക്കാൻ. അപ്പോൾ ഈ നേതാക്കന്മാർ, ഈ മന്ത്രിമാരോടായിരുന്നു ഇത് പാസ്സാക്കാൻ, ഈ കരട് വെക്കാനും ഭേദഗതിക്ക് അനുമതി കൊടുത്ത മന്ത്രി. പിന്നെ മുഖ്യമന്ത്രിയെ പോയി കണ്ടു എന്നാണ് പറയുന്നത് നമ്മുടെ എന്താ പറയുക റോഷി എൻ്റെ അടുത്ത സുഹൃത്താണ്. പക്ഷേ റോഷി അടക്കം ഇരിക്കുന്ന മന്ത്രിസഭയാണിത് തീരുമാനിക്കുന്നത്. പിന്നെ ജനങ്ങൾ ഇളകിയപ്പോൾ എന്തായി? ഇതിനൊന്ന് പോളിഷ് ചെയ്യാൻ പോയി. സത്യത്തിൽ ഇത് ഭേദഗതിയല്ല, ഇത് പുതിയ നിയമം ഉണ്ടാക്കുന്നത് പോലെയാണ്. അതിനൊന്ന് സോഫ്റ്റൻ ചെയ്യാനാണ് ഭേദഗതി എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും നമുക്കറിയാം, ഫോറസ്റ്റിനെ സംബന്ധിച്ച് അവർക്ക് കൊടുത്ത അധികാരങ്ങൾ കുറേ പരിമിതികളുണ്ട്. ഇപ്പോൾ നമ്മളൊരു വില്ലേജ് ഓഫീസിൽ പോയൊരു വിഷയം ഉണ്ടായി, ആളുകൾ വില്ലേജ് ഓഫീസറെ തടഞ്ഞു, അല്ലെങ്കിൽ അവിടെ ഗരാവ് ചെയ്തു. അതെന്താ ചെയ്യുക? അദ്ദേഹം പോലീസിനെ വിളിച്ച് അറിയിക്കും, പോലീസ് വന്ന് ആ ഗരാവക്കാരെ നീക്കും, അവിടെ അതിക്രമം നടന്നിട്ടുണ്ടെങ്കിൽ കേസെടുക്കും. അതാണല്ലോ. അതേ അധികാരമേ ആർക്കുണ്ടായിരുന്നുള്ളൂ? ഫോറസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഫോറസ്റ്റുമായി ഏറ്റുമുട്ടൽ ജനങ്ങൾ ഈ പറഞ്ഞ പോലെ അജിറ്റേഷൻ ഇഷ്യൂ ഉണ്ടായാൽ, ഒരു ഗരാവോ ഉണ്ടായാൽ, ഓഫീസിൽ കയറി തല്ലിയാൽ അവർ കൺസേൺ പോലീസ് സ്റ്റേഷൻ അറിയിക്കണം. ആ പോലീസ് അവിടെ വന്ന് അന്വേഷിച്ച് ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ അവർ FIR ഇട്ട് കേസെടുത്തതിൻ്റെ പ്രൊസീജിയർ നടക്കും. അപ്പം അത്ര അധികാരമേ ആർക്കുണ്ടായിരുന്നുള്ളൂ? ഫോറസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഈ പുതിയ ഭേദഗതി പ്രകാരം CRPCയും IPCയും എല്ലാ അധികാരങ്ങളും അവർക്ക് കൊടുക്കുകയാണ്. വാച്ചർക്ക് വരെ ഒരാൾ അറസ്റ്റ് ചെയ്യാം വിത്തൗട്ട് എന്താ പറയുക വാറണ്ട്. കോടതിയിൽ കൊണ്ടുപോകേണ്ട, അവിടെ റിമാൻഡ് ചെയ്യാം. ഇപ്പോൾ പുതിയ ലോക്കപ്പുകൾ, ഇപ്പോൾ 8 മാസം മുമ്പ് കരുളായിൽ 2 റേഞ്ച് ഓഫീസുകൾ, ഒരു റേഞ്ച് ഓഫീസും അതിൻ്റെ ഒരു അമ്യൂണിറ്റി ബിൽഡിങ്ങും ബഹുമാനപ്പെട്ട മന്ത്രി വന്നാണ് ഉദ്ഘാടനം ചെയ്ത. MLA നിലയ്ക്ക് ഞാനതിൻ്റെ അധ്യക്ഷൻ. ഉദ്ഘാടനം ചെയ്ത് ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറിയപ്പോൾ വളരെ വിശാലമായിട്ടുള്ള ലോക്കപ്പ് മുറി 2 എണ്ണം. ഈ നാട്ടിൽ നിലമ്പൂരിൽ ഒരു കേസുമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര ലോക്കപ്പ് പോലീസ് സ്റ്റേഷനിൽ പോരെ? അതല്ല സാറേ, അത് ഇതിൻ്റെ ഈ ഒരു പ്ലാനിൻ്റെ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരം. എനിക്കത് മനസ്സിലായില്ല. കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കെട്ടിവെക്കുകയാണ്, മനസ്സിലായില്ല. അപ്പം അവർ പ്രീ പ്ലാൻഡാ. ഓൾറെഡി നിയമം വരുന്നതിന് മുമ്പ് ആളുകളെ ജയിലിലടക്കാനുള്ള ലോക്കപ്പ് പണിത് വെച്ചിട്ടായിരിക്കുന്നത്, മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഈ 2019 ഈ ബില്ല് കൊണ്ടുവരാൻ ശ്രമം നടത്തിയാണ്. അപ്പോൾ അന്ന് MLA മാരിൽ നിന്നും പാർട്ടിയിൽ നിന്നും എതിർപ്പുണ്ടായി. 21 അസംബ്ലിയാണ്, പണി തീരും, പണി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ മാറ്റിവെച്ചാണിത്. ആ സാധനത്തിനെയാണ് വീണ്ടും ഇൻപുട്ട് ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ചെറിയ കേസുകൾക്ക് പോലും 500 രൂപ 1000 രൂപ പിഴ ചുമത്തിയിരുന്ന കാര്യങ്ങൾ 5000, 25,000, 50,000 ലക്ഷങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്തു. ഒരു ഉണങ്ങിയ ഇല ഈ ആദിവാസി എടുത്താൽ അവൻ ജയിലിലാണ്. അവൻ്റെ സ്വന്തം വേറെ ഒരു മാർഗമില്ല. ഇപ്പോൾ പുഴകളുടെ അവകാശം എന്താ പറയുക, റിസർവ് വനത്തിനുള്ളിൽ ഫോറസ്റ്റിനാണ്. അത് കഴിഞ്ഞാൽ അവിടുത്തെ ഗ്രാമപഞ്ചായത്തുകൾക്കോ മുനിസിപ്പാലിറ്റി എവിടെയാണോ അത് കടന്നു പോകുന്നത്. ആ അധികാരം ഫിഷിംഗ് ഇൻ ദ റിസർവ് ഫോറസ്റ്റിൽ നിന്നുള്ളത് മാറ്റിയിട്ട് ഫിഷിംഗ് ഇൻ ദ വാട്ടർ സോഴ്സ് നാക്കി. ഒറ്റയടിക്ക് ആൾക്കത് മനസ്സിലാവില്ല. അവിടെയാണ് ആ ഗെയിം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ നിയമം പാസ്സായി കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ വാട്ടർ സോഴ്സും ഇവിടുന്ന് കാട്ടുന്നല്ലേ വരുന്നത്. അപ്പോൾ ഒരു പഞ്ചായത്തിനോ ഒരു വ്യക്തിക്കോ ഒരു ഗവൺമെൻറ്റിനോ ഒരു തുള്ളി വെള്ളം പുഴയിൽ നിന്ന് എടുക്കാൻ കഴിയില്ല, ഒരു തരി മണലെടുക്കാൻ കഴിയില്ല. കാറ്റ് കൊള്ളാൻ മനുഷ്യർക്കൊന്ന് പുഴൻ്റെ വക്കത്തിരിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് വൈകുന്നേരങ്ങളിൽ.
അവിടെ അവർക്ക് ഇറങ്ങിയിരിക്കാൻ പറ്റില്ല. ചെറിയ എന്താ പറയുക കൊച്ചു കടകൾ, എന്താ പറയുക വിറകും ഓലയൊക്കെ വെച്ച് കെട്ടിയിട്ട് ചെറിയ മാടക്കടകൾ, ആയിരക്കണക്കിന് കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. അവർക്കൊക്കെ ഇത് പൊളിച്ച് നാട് വിടണം. സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു പുതിയ പ്രോജക്റ്റ് 2 വർഷം മുമ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്താണ് അനൗൺസ്മെൻറ്റ്? 15 ലക്ഷം റുപ്യ കോമ്പൻസേഷൻ തരും, പോയിക്കൊള്ളണം. അത് 5 സെൻറ്റും വീടാണെങ്കിലും 10 സെൻറ്റും വീടാണെങ്കിലും 10 ഏക്കർ വീടാണെങ്കിലും 5 ലക്ഷം വിട്ടുപോയിക്കൊള്ളണം. 15 ലക്ഷം. ഒരു കർഷകൻ്റെ അവൻ്റെ ആകെ സമ്പാദ്യം വിട്ടെറിഞ്ഞ് എത്ര ഇപ്പോൾ 100 ഏക്കർ ഉണ്ടെങ്കിലും വിട്ടുപോയിക്കൊള്ളണം, 15 ലക്ഷം കിട്ടും. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തു കേരളത്തിൽ. അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പണം വാങ്ങിയ സ്ഥലം നിലമ്പൂരാണ്. നിലമ്പൂരിലെ അമരമ്പലം പഞ്ചായത്ത്, എൻ്റെ മണ്ഡലത്തിലെ അമരം പഞ്ചായത്തിലെ പാട്ടക്കരിമ്പ് എന്ന് പറയുന്ന വാർഡിൽ 42 കുടുംബങ്ങൾ ഈ പൈസ വാങ്ങിപ്പോയി. 2 ഏക്കർ 3 ഏക്കർ 5 ഏക്കർ ഉള്ളവർ. ഞങ്ങൾ അവിടെ പോയി അവരെ കാല് പിടിച്ചെന്ന് നിങ്ങൾ പോരുതെന്ന് പറഞ്ഞിട്ട് അവർ ചോദിക്കുന്നത് ഞങ്ങൾ എങ്ങനെ ജീവിക്കും? 5 മണിയാകുമ്പോൾ വാതിലടക്കണം. അങ്ങോട്ട് നോക്കി ആന അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ പന്നി അപ്പുറത്തേക്ക് കയറിയാൽ ഈ പറയുന്ന രീതിയിലുള്ള ഭീകര ജീവികൾ. മക്കൾ സ്കൂളിൽ പോയി വരുന്നവരെ മെയിൻ റോഡിൽ ഞങ്ങൾ പോയി നിൽക്കുകയാണ്. 4 മണിക്ക് വിടുന്ന സ്കൂളിലെ കുട്ടികളെ 2 മണിക്ക് സ്പെഷ്യൽ പെർമിഷൻ സാങ്ഷൻ ചെയ്യിച്ചിരിക്കുകയാണ്. കുട്ടികളെ വിട്ട് രക്ഷിതാക്കൾ തിരിച്ചു കൊണ്ടുവരികയാണ്. കടയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വൈകുന്നേരം മടങ്ങി വരാൻ പറ്റാത്ത നിലമ്പൂരിൽ താമസിക്കുക 10 കിലോമീറ്റർ അപ്പുറത്തിലെ വീട്ടിലേക്ക് രാത്രിയാ പോകാൻ ഭയപ്പെട്ടിട്ട് പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? എമ്മിലെ ഞങ്ങൾ പോകണം, ആ പൈസ ഞങ്ങൾ വാങ്ങി ഞങ്ങൾ എവിടെയെങ്കിലും ഒരു കുടിൽ കെട്ടി ജീവിച്ചോളാം. ജീവനല്ലേ പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. ഈ ഒരു സാഹചര്യം കേരളത്തിൽ മൊത്തം വരാൻ പോവാണ്. അതിൻ്റെ അവസാനത്തെ ആണിക്കല്ലാണ് ഈ നിയമ ഭേദഗതി. അതാണ് ഇതിലെ അടിസ്ഥാനപരമായിട്ടുള്ള ഇഷ്യൂ. കർഷക വിരുദ്ധ നിയമം വന്നപ്പോൾ പഞ്ചാബിൽ ഉണ്ടായ പ്രക്ഷോഭം അവസാനം സർക്കാർ ആ ബില്ലുകൾ പിൻവലിച്ച് മാപ്പ് പറയുന്ന അവസ്ഥ ഉണ്ടായി. പ്രധാനമന്ത്രി തന്നെ എന്തുകൊണ്ട് ഇതേപോലത്തെ ഒരു ബില്ലിനെ പിൻവലിക്കാനുള്ളൊരു റീതിങ്ക് നമ്മുടെ സർക്കാർ എടുക്കുന്നില്ല? അല്ല, അത് റീതിങ്ക് എടുക്കണമെങ്കിൽ ജനത്തിൻ്റെ പ്രതിഷേധവും പ്രതിരോധവും ഉയരേണ്ടതുണ്ട്. ഒരു കാരണവശാലും ഈ ബില്ല് വരാൻ പാടില്ല. ഈ ഭേദഗതി അത് എന്താ പറയുക വലിച്ചു കീറി തോട്ടിലെറിയേണ്ട സാധനമാണ്. ഇനി ഇത് കൊണ്ടുവന്ന് ഇതിലൊരു ഭേദഗതി വരുത്തിയിട്ട് എന്താ പറയുക സോഫ്റ്റായിട്ട് ഒരു സ്റ്റെപ്പ് കയറി പിന്നെ 2 കൊല്ലം കഴിയുമ്പോൾ അടുത്തൊരു ചെറിയ സോഫ്റ്റായി കയറി, മനസ്സിലായോ? അപ്പം 100ലേക്ക് നേരെ കയറാതെ 25 കയറി പിന്നെ 50 കയറി പിന്നെ 75 കയറി പിന്നെ 100ലേക്ക് കയറുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ നമ്മൾ പെട്രോളിനൊക്കെ മുമ്പ് എങ്ങനെയാണ് 5 രൂപ വില കൂട്ടി, 5 രൂപ വില കൂട്ടി ജനങ്ങളാകെ പ്രശ്നം സമരം. അപ്പം എന്തായാലും 3 രൂപ കുറച്ച് 2 രൂപ, അവരാവശ്യം 2 രൂപയായിരുന്നു, മനസ്സിലായോ? അതേ നിലപാടാണ് ഈ നിയമ ഭേദഗതിയിൽ സർക്കാർ ഉദ്ദേശിക്കുന്നത്, മനസ്സിലായോ? മനുഷ്യനെ എന്താ പറയുക മെല്ലെ 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 അത് അറിയാതെ എത്തിക്കുക. ഈ ബില്ല് തന്നെ എന്താ ചെയ്യേണ്ടത്? ഇത്രയും വലിയൊരു വിഷയം കേരളത്തിലെ 430 പഞ്ചായത്തിനെ ബാധിക്കുന്നുണ്ട്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് കോഴിക്കോട്ടങ്ങാടിയും ട്രിവാൻഡ്രം ഉണ്ട്, മനസ്സിലായി? KSRTC ബസ് സ്റ്റാൻഡിൽ പോയപ്പോൾ പന്നി ഉണ്ടാവും, ഇപ്പൊ പന്നി ഉണ്ടാവും, ഇഷ്ടംപോലെ കുറുക്കുണ്ടാവും, മനസ്സിലായില്ലേ? അങ്ങനെ കേരളത്തിനെ മുഴുവൻ ബാധിക്കുന്ന ഈ ഒരു വിഷയം സാധാരണഗതിയിൽ ഒരു സർക്കാർ ഇതിൽ ആത്മാർത്ഥവും സത്യസന്ധമാണ് സർക്കാരിൻ്റെ നിലപാടെങ്കിൽ ഇവർ ചെയ്യേണ്ട ഇവിടുത്തെ പ്രധാന പത്രങ്ങളിൽ മുഴുവൻ പരസ്യം കൊടുക്കണം. ജനങ്ങളോട് പരാതി അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ പരാതി നൽകാനുള്ള സമയം കൊടുക്കണം, അത് കേൾക്കാനുള്ള വേദി ഉണ്ടാക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നിയമസഭയിലേക്ക് ഇത് വരാൻ. ഒന്നും ഉണ്ടായിട്ടില്ല. ജനങ്ങളുടെ വാക്കുപോലും കേൾക്കാൻ MLA-മാർക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ കോപ്പി, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. ഞാനിത് പൊതുജനങ്ങൾക്ക് ഇത് എന്താണ് ഇതൊരു മനസ്സിലായി അറിയാത്തത് കൊണ്ട് അറിയാതിരിക്കലാണ് ഇവരുടെ ആവശ്യം. ഇനി ഇത് നിയമസഭയിൽ ഈ ബില്ല് വന്ന് ഇത്തരം ബില്ലൊക്കെ ഉച്ചയ്ക്ക് ശേഷം വരിക, സ്വാഭാവികമായിട്ട് MLA-മാരുടെ ഭക്ഷണം കഴിക്കാൻ പോയതിനൊക്കെ ആ ഗ്യാപ്പിൽ ആണ് ഉണ്ടാവുക. സ്വാഭാവികമായും ഗ്യാപ്പായിരിക്കും, വന്നാൽ ടക്ക് പാസ്സായി പോകും. പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള വകുപ്പ് ചേർത്താണല്ലോ സാറിനെ ജയിലിലടച്ചത്. അല്ല, അതിലെ 2 വിഷയമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല എൻ്റെ അറസ്റ്റ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ബോധവൽക്കാനുള്ള ജാഥയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് 3 ദിവസം വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ. ജനങ്ങളോട് ഈ വിഷയം പറയാനാണ്, ജനങ്ങളത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏകദേശം 100ഓളം കർഷക സംഘടനകൾ കേരളത്തിൽ അങ്ങോട്ടും ഇതിൽ പലരുമായിട്ട് ഞാൻ വ്യക്തിപരമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ. അവരൊക്കെ വളരെ സജീവമായി ഈ ഭേദഗതിയെ എതിർക്കണം, വരാൻ പാടില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ്. പിന്നെ ഈ മലയോര മേഖലയിലെ തിരുമേനിമാരെ ഞാൻ വ്യക്തിപരമായി പോയി കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഈ വിഷയത്തിൽ ധാർമ്മികമായുള്ള പിന്തുണയും അവരുടെ ശേഷിക്കനുസരിച്ചുള്ള എതിർപ്പും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ നിയമസഭാ സമ്മേളന സമയത്ത് ഈ നിയമസഭയിലുണ്ടെങ്കിൽ ആ നിയമസഭാ സമ്മേളനം വരെ ഈ പ്രതിരോധവുമായിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഈ ബില്ല് വലിയ വിഷയമാകും. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ പൊതുവായിട്ട് ഈ സർക്കാരിൻ്റെ ഈ നയങ്ങൾ പൊതുവിൽ ഈ മലയോര മേഖല ചർച്ച ചെയ്യപ്പെടുകയും നിയമസഭക്കകത്തുകൂടി ഞാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്കിത് സംസാരിക്കാൻ അവസരം എങ്ങനെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു വിഷയമാകും. അതുകൊണ്ട് അവൻ അകത്ത് കിടക്കട്ടെ എന്നുള്ള ഒറ്റ തീരുമാനമാണ്. അതാണ് എൻ്റെ അടിസ്ഥാനപരമായി അറസ്റ്റിന് കാരണം. ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വാർത്തകളിലൊക്കെ ചില MLA-മാരും മുൻ MLA-മാരൊക്കെ എൻ്റെ മൂവ്മെൻറ്റിനോട് കൂടെ വരാൻ നിൽക്കുന്നത് എന്നുള്ള ഒരു ചർച്ച നടന്നിരുന്നല്ലോ. സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് ഏകദേശം ധാരണ CPM ലീഡർഷിപ്പിന് മുഖ്യമന്ത്രിക്കും ഉണ്ട്, മനസ്സിലായോ? ആരൊക്കെയാണ് ഈ ആളുകളെ ഞാൻ ലക്ഷ്യം വെക്കുന്നത്, ആരൊക്കെയായിട്ടായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒക്കെ അവർക്ക് ഏകദേശം അറിയാം. അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു ഭീഷണിയാണ്. PV Anwar ഗതി ഇതാണെങ്കിൽ
നിങ്ങൾ എന്താകുമെന്ന് നിങ്ങൾ ആലോചിച്ചുമായിട്ടെന്നുള്ള ഈ രണ്ട് ദുരുദ്ദേശത്തിലാണ് ഈ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. അതോടെ ഒരു സംസ്ഥാന തലത്തിൽ എല്ലാവരുടെയും ഒരു കർഷകരുടെ നേതാവായി, ആദിവാസിയുടെ നേതാവായി. അല്ല, അത് അങ്ങനെ എന്താ വെച്ചാൽ നമ്മളങ്ങനെ ഒരു നേതാവാകാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു സംഘത്തിലാണ്. എന്താ ഇപ്പോൾ സാഹചര്യവശാൽ അങ്ങനെയൊക്കെ ആയിപ്പോയതാണ്. നമ്മൾക്ക് ഇതിൽ ഒറ്റൊരു ഞാനൊരു മലയോര കർഷകനാണ്, ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചാണ്, ഒരു മലമൂട്ടിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. വീട്ടിൽ രാവിലെ 5 മണിക്ക് വാതിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ലൈറ്റിട്ട് നമ്മൾ ചുറ്റുഭാഗം നോക്കി ഉറപ്പിക്കണം. എന്ത് ഈ പന്നിയോ ഈ പറയുന്ന വർഗത്തിൽപ്പെട്ട എന്തെങ്കിലും സാധനം ഉണ്ടോ എന്ന് നോക്കിയിട്ട് പോകാൻ പറ്റുള്ളൂ. മനസ്സിലായോ? പലപ്പോഴും വീട് മുറ്റത്ത് പന്നിയാണ്. അപ്പോൾ 10 സെൻറ്റുള്ള കർഷകനെ സംബന്ധിച്ചും 10 ഏക്കറുള്ള കർഷകനെ സംബന്ധിച്ചും ആ ഭൂമിയിൽ നിന്ന് എന്താ പറയുക 10 രൂപയുടെ അറ്റാദായം കൃഷി ചെയ്തെടുക്കാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിലില്ല. പാലക്കാട്, ആലപ്പുഴയൊക്കെ നെൽകൃഷിക്കാർ അനുഭവിക്കുന്ന പീഡനം എന്താ? മൈലുകൾ, ഒരു 25 മൈൽ ഒരുമിച്ച് വന്നാൽ 1 ഏക്കർ പാടത്തെ നെല്ല് ഒരു 3 മണിക്കൂർ കൊണ്ട് ഉരി തീർക്കും. 3 മണിക്കൂർ കൊണ്ട് ഏക്കർ കണക്കിന് ഭൂമിയിട്ട് അടിച്ച് തീർക്കല്ലേ. പിന്നെ വിത്ത് പാകുമ്പോൾ തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ ആ വിത്ത് മുളക്കുമ്പോൾ അത് കൊത്തിയെടുത്ത് പോകും, പിന്നെ മുളക്കാനേ ഇല്ല. അപ്പം ഈ പറഞ്ഞ ആന, കാട്ടി, പോത്ത്, ഈ പറയുന്ന കടുവ, സിംഹം, പുലി, കുരങ്ങ്, ഈ പറയുന്ന അവസാനം മയില്, ഇനിയിപ്പോൾ എന്താ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുക? വല്ലതും കിട്ടണ്ടേ? ഈ ഒരു ഘട്ടത്തിൽ എന്താ പറയുക രൂക്ഷമായി ഇതിനെ എതിർക്കാനും ഇതിനെ തടയിടാനും എനിക്കൊരു വ്യക്തി നിലയ്ക്ക് എനിക്ക് വളരെ പരിമിതിയുണ്ട്. ആകെ സാധിക്കെന്താ ഇവിടുത്തെ അതിനാണുള്ള പ്രതിപക്ഷം. ആ പ്രതിപക്ഷം കക്ഷി രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ സകല മനുഷ്യരെയും അണിനിർത്തിക്കൊണ്ട് ഈ നിയമസഭാ സമ്മേളനത്തിലേക്ക് അത് വരാതിരിക്കണം, അതിനെ നിലപാട് സ്വീകരിക്കണം. ഇപ്പോൾ താങ്കൾ ജയിലിലായിരുന്നു. എല്ലാം UDF താങ്കൾക്ക് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ബാക്കി UDF മറ്റു ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്? UDF പ്രവേശനം അങ്ങനത്തെ UDFുമായി ഞാനിപ്പോൾ നടത്തിയതൊന്നും ഒരു രാഷ്ട്രീയ ചർച്ചയോ അല്ലെങ്കിൽ എന്താ പറയുക രാഷ്ട്രീയ പ്രവേശനത്തെയോ ഒന്നും ഞാൻ നടത്തിയിട്ടില്ല. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആഴ്ചകളായിട്ട് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ടാണ്. ഇതിന് ധാർമ്മിക പിന്തുണ തേടിക്കൊണ്ടാണ് നമ്മൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം UDF ലീഡർഷിപ്പിനെ നമ്മൾ കാണുകയുണ്ടായത്. അപ്പം UDFുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന് ഞാൻ ഡിക്ലെയർ ചെയ്തതാണ്. അപ്പം നമ്മളിനി മുന്നണിയിൽ വരണോ, പാർട്ടി ആവണോ, ഘടകകക്ഷിയാണോ, പാർട്ടി ചേരണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന വിഷയം ഈ 17-ാം തീയതി ആരംഭിക്കുന്ന ഈ നിയമസഭാ സമ്മേളനത്തിൽ ഈ ബില്ല് വരാൻ പാടില്ല. അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ ഇപ്പോൾ അതിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക നിലപാടെടുത്ത് പോവുക. മലയോര മേഖലയിൽ ഹൈ റേഞ്ചിലുള്ള കർഷകർ എന്ന് പറയുന്നത് ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടാണ് മഹാഭൂരിപക്ഷം. അവർ ഒരു 19 കൊല്ലം മുമ്പ് ഈ മലയിൽ കാടായി കിടന്നെയും ഈ ഭൂമിയിൽ കാട് വെട്ടിത്തെളിച്ച് ഈ കാട്ടുപന്നിൻ്റെയും പാമ്പിൻ്റെയും കടിയേറ്റ് അവർ കൃഷി ഉണ്ടാക്കിയിട്ടാണ് ഇപ്പം നമ്മൾ എന്താ പറയുക ഈ ഒരു ലെവലിലേക്ക് കേരളം എത്തിയിട്ടുള്ളത്. ഇന്ന് അവരെ സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. കാരണം നമുക്കറിയാം ക്രൈസ്തവ സഭകളായാലും മറ്റു എന്താ പറയുക മതസംഘടനകളെ ഇവരുടെയൊക്കെ മുന്നിൽ കൂച്ചു വിലങ്ങിട്ട് ന്യൂനപക്ഷങ്ങളെ ഒതുക്കി ഭീഷണിപ്പെടുത്തി നിർത്തുന്ന ഏജൻസികളാണ് കേന്ദ്രത്തിലുള്ളത്. അതോടൊപ്പം പിണറായിസത്തിൻ്റെ ഭീഷണി. ഈ 2 ഭീഷണിക്കുള്ളിൽ ഒരു വലിയ ശക്തമായ രാഷ്ട്രീയ നിലപാടെടുക്കാൻ കഴിയാതെ നിസ്സഹായത എന്താ പറയുക പല തിരുമേനിമാരിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാടിനെ സഹായിച്ചവരാണ് അവരെ ജനം തിരിച്ച് സഹായിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ഈ മലയോര കർഷകർ നിൽക്കുന്നത്. ആ ഒരു മനുഷ്യത്വം പരിപൂർണമായും അവരോട് കാണിക്കേണ്ടതുണ്ട്. ഈ മലയോര മേഖല മൊത്തം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ ഈ കൃഷി വന്നതോടൊപ്പം അവിടെ എന്ത് വന്നു? ഇവർ സെറ്റിൽമെൻറ്റിൽ നിന്ന് വരുമ്പോൾ അവിടെ ഒരു ചെറിയ പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി ഉണ്ടാക്കിയപ്പോൾ അവർ ചെറിയൊരു പള്ളിക്കൂടം ഉണ്ടാക്കി. ബഹുമാന്യനായ ചാവറ അച്ഛൻ്റെ ഒരു കൺസെപ്റ്റാണ് ഈ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന് പറയുന്നത്. ആ പള്ളിക്കൂടങ്ങളാണ് ഇന്ന് ഈ മലബാരത്ത് കാണുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവനും മനസ്സിലായി വലിയ സ്ഥാപനങ്ങളായി മാറി. അപ്പോൾ ഈ മലയോര മേഖലക്ക് ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്തത് ആരാണ്? ഈ പള്ളിക്കൂട ക്രൈസ്തവ സഭകളാണ്. അപ്പം ഈ നമ്മുടെ സമൂഹത്തിന് കേരളത്തിലുണ്ടായ വിദ്യാഭ്യാസപരമായ പുരോഗതി എല്ലായിടത്തും ഒരേപോലെയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ നഗരങ്ങളിൽ ജീവിക്കുന്നവർക്ക് വിദ്യാഭ്യാസവും മലയോര മേഖലയിൽ ജീവിക്കുന്നവർക്ക് വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു 2 തലമുറ യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതിന് പോലുള്ള സാഹചര്യം ഉണ്ടാക്കാതെ പിടിയേരി ഒരു പ്രൊജക്റ്റായിരുന്നു. അതായത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഭക്ഷണത്തിന് അരിയിടുമ്പോൾ ഒരു പിടിയരി എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇടുക. അതായിരുന്നു പിടിയരി സേവനം. ഈ പറയുന്ന എന്താ പറയുക സ്കൂൾ പദ്ധതികൾ നടപ്പാക്കിയിരുന്ന രീതി അതാണ്. അപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ എന്താവും? ഒരു പാത്രം അരി ഉണ്ടാവും. അങ്ങനെ ഈ അരി പള്ളിക്കൂടത്തിൽ കൊണ്ടു കൊടുക്കണം. ഇത് ചാവറച്ചൻ്റെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അങ്ങനെ അത് വെച്ചിട്ടാണ് അന്ന് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുത്തിരുന്നത്. ഇന്നിപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ ഉച്ചഭക്ഷണ പദ്ധതി അന്ന് ബഹുമാനപ്പെട്ട ചാവറച്ചൻ തുടങ്ങിയതാണ്. ദീർഘവീക്ഷണം മനസ്സിലായോ? അത്രയും ഈ സമൂഹത്തിന് സംഭാവന നൽകിയിട്ടുള്ള ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം മലയോര മേഖലയിൽ പ്രത്യേകിച്ച്.
അപ്പോൾ ഇന്ന് അവർ അനാഥമാണ്, അവരെ ഏറ്റെടുക്കാൻ ആരുമില്ല പല വിഷയങ്ങൾ കൊണ്ട്. അതുകൊണ്ടാണ് നൂറുകണക്കിന് കർഷക സംഘടനകൾ ഇന്ന് ഈ മലയോര മേഖലയിലുണ്ട്. എന്താണ് സജീവ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ ആത്മാർത്ഥമായി ഇടപെടുന്നില്ല എന്ന അവരുടെ അനുഭവങ്ങൾ അവരെ ഓരോ കോർണറുകളിൽ അവർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും ഒരുമിച്ച് സംഘടിതമായി സംഘടനകളുണ്ടാക്കി. ആ സംഘടനയിലെ പ്രവർത്തകരെ നമ്മൾ കാണുമ്പം ഇന്ന് അവരിൽ ഭൂരിപക്ഷവും അരാഷ്ട്രവാദികളായി മാറിയാണ്. സാഹചര്യങ്ങൾ അവിടെ എത്തിക്കുകയാണ്. അവിടെ അടുത്ത തലമുറ നാട് തന്നെ വിട്ടുപോകുകയാണ്. നാട് വിട്ടുപോകുന്നുകൊണ്ടിരിക്കില്ലേ ഇവരുടെ. അതാണ് പറയും കമ്പൽഷൻ. നമുക്ക് നിവൃത്തിയില്ലെങ്കിൽ നമ്മളിപ്പോൾ സ്ഥലത്ത് വീട്ടിൽ താമസിക്കുക, നമുക്ക് ചുറ്റുഭാഗം അയൽവാസികൾ ഏറ്റവും സുഖമില്ല, ചുറ്റുപാട് എല്ലാവരും നമ്മളെ പല രീതിയിൽ ടീസ് ചെയ്യാനും ഉപദ്രവിക്കാനും തുടങ്ങിയാൽ നമ്മളെന്താ ചെയ്യുക? നമ്മൾ കൂടി ആലോചിച്ച് വീട്ടുകാർ പറയും നമുക്കിത് വീട്ടിൽ കിട്ടുന്നോട്ട് എവിടെയും പോയി മനസ്സമാനം ജീവിക്കാമെന്ന് പറയും. അത് മനുഷ്യരുടെ ശല്യമാണെങ്കിൽ അതിലേറെ വലിയ ശല്യം മൃഗങ്ങളെ കൊണ്ട് ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യരെ എത്തിക്കുന്ന ഒരു രീതിയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി. താങ്ക് യു.